Hi, welcome to CC Plus. I am Revati Babu. അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് നോവലുകളും എഴുത്തുകാരും കഥാപാത്രങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, ഒരു നോവൽ തരും, ആ നോവൽ എഴുതിയ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കൊടുത്തിട്ട് ഈ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ്, അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങൾ ആരുടെ നോവലുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് നോവലുകളും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും ആ നോവൽ എഴുതിയേക്കുന്ന എഴുത്തുകാരെയും പരിചയപ്പെടാം. ആദ്യത്തെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളതാണ് അല്ലെ, ഒ ചന്തുമേനോൻ. നമുക്കറിയാം ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ നമുക്കറിയാവുന്നതാണല്ലേ. ഇന്ദുലേഖ നമുക്കറിയാവുന്നതാണ്, ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഇന്ദുലേഖ തന്നെയാണ്. അപ്പൊ ഒ ചന്തുമേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ ഇന്ദുലേഖ എന്ന നോവല് നമ്മൾ ഓർക്കും, അത് നമുക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് എന്താണ്, ഒ ചന്തുമേനോന്റെ തന്നെ ശാരദ എന്ന നോവലുണ്ട്. നോവലല്ല, വൈത്തിപ്പട്ടർ എന്ന നോവലുണ്ട്. ആ വൈത്തിപ്പട്ടർ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ശാരദ. അപ്പോ ഒ ചന്തുമേനോൻ എന്ന് പറയുമ്പോ നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ദുലേഖ എന്ന് പറയുന്നത് ഒ ചന്തുമേനോന്റെ ഒരു നോവലാണ്. ലക്ഷണമൊത്ത നോവൽ അല്ലെ. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് പറയുന്നത്. ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഇന്ദുലേഖ തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്, ശാരദ എന്ന കഥാപാത്രം ഒ ചന്തുമേനോന്റെ വൈത്തിപ്പട്ടർ എന്ന നോവലിലേതാണ്. അപ്പോ ഒ ചന്തുമേനോന്റെ രണ്ട് നോവലുകൾ നമ്മൾ നോക്കി, ഇന്ദുലേഖയും വൈത്തിപ്പട്ടറും. അതിൽ വൈത്തിപ്പട്ടർ എന്ന നോവലിലെ കഥാപാത്രമാണ് ശാരദ. ഇന്ദുലേഖ എന്ന നോവലിലെ കഥാപാത്രം ഇന്ദുലേഖ തന്നെയാണ്. നെക്സ്റ്റ് ആണ് കേശവദേവ് അല്ലെ. കേശവദേവിന്റെയാണ് ഓടയിൽ നിന്ന്. നമുക്കറിയാം കേശവദേവിന്റെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് ഓടയിൽ നിന്ന് എന്നതൊരു നോവലാണ്. അത് കേശവദേവിന്റേതാണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പപ്പു, ലക്ഷ്മി എന്നിവരാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പൊ പി കേശവദേവിന്റേതാണ് ഓടയിൽ നിന്ന്. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പപ്പു, ലക്ഷ്മി എന്നിവർ. നെക്സ്റ്റ് ആണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി. നമുക്കറിയാം അല്ലെ, ബാല്യകാലസഖി എന്ന് പറയുന്നതിന്റെ എഴുത്തുകാരൻ, ആ ഒരു നോവലിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ബഷീറാണ്, വൈക്കം മുഹമ്മദ് ബഷീറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലെ കഥാപാത്രങ്ങളെ നമ്മൾ മറക്കാതെ ഓർത്തു വെക്കണം. മജീദ്, സുഹറ എന്നിവരാണ് ബാല്യകാലസഖി എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. മജീദ്, സുഹറ, ഈ രണ്ട് പേരുകൾ മറന്നു പോകരുത്. മജീദ്, സുഹറ എന്നിവർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണെന്നൊക്കെ ചോദിച്ചാൽ ബാല്യകാല സഖിയിലേതാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് എം ടി വാസുദേവൻ നായർ അല്ലെ. എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവല്. അപ്പൊ എം ടി വാസുദേവൻ നായരുടെ നോവലാണ് നാലുകെട്ട് അല്ലെ. ഈ നാലുകെട്ട് എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അപ്പുണ്ണി. അപ്പൊ അപ്പുണ്ണി എന്ന കഥാപാത്രം നാലുകെട്ട് എന്ന നോവലിലേതാണ്. നാലുകെട്ട് എന്ന നോവൽ ആരുടേതാണ്? എം ടി വാസുദേവൻ നായരുടേതാണ് നാലുകെട്ട് എന്ന നോവല്. നെക്സ്റ്റ് ആണ് മഞ്ഞ്. എം ടി, അത് നമുക്കറിയാം, അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മഞ്ഞ് എന്ന നോവല്. മഞ്ഞ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അപ്പൊ തന്നെ മനസ്സിലാക്കണം അത് ആരുടേതാണ്. മഞ്ഞ് എന്ന നോവൽ എം ടി വാസുദേവൻ നായരുടേതാണ്. നാലുകെട്ട്, മഞ്ഞ്, ഈ രണ്ട് നോവലുകളും എം ടിയുടെ തന്നെയാണ്. നാലുകെട്ടിലെയാണ് അപ്പുണ്ണി എന്ന കഥാപാത്രം. മഞ്ഞ് എന്ന നോവലിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? വിമല, സർദാർജി, ബുദ്ധു എന്നിവരാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പൊ നോവലുകൾ നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുക. എം ടി വാസുദേവൻ നായരുടെ രണ്ട് നോവലുകൾ പഠിച്ചിരുന്നല്ലോ, ഏതൊക്കെയായിരുന്നു? നാലുകെട്ടും മഞ്ഞുമാണ്. അതിൽ നാലുകെട്ട് എന്ന് പറയുന്ന നോവലില് അപ്പുണ്ണി എന്ന കഥാപാത്രം ഉണ്ടായിരുന്നു. മഞ്ഞ് എന്ന നോവലില് വിമല, സർദാർജി, ബുദ്ധു എന്നീ തുടങ്ങിയ കഥാപാത്രങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ രണ്ടാം ഊഴം അല്ലെ, ഭീമൻ എന്ന കഥാപാത്രമാണ്. ഭീമൻ, രണ്ടാം ഊഴം, അതും ആരുടേതാണ്? എം ടി വാസുദേവൻ നായരുടേതാണ്. എം ടി വാസുദേവൻ നായരുടെ തന്നെയാണ് രണ്ടാം ഊഴവും. അപ്പോ നാലുകെട്ട്, മഞ്ഞ്, രണ്ടാം ഊഴം, ഈ മൂന്ന് നോവലുകളാണ് എം ടിയുടെ നമ്മൾ ഇപ്പോ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഇതിനു മുന്നേ നിങ്ങൾക്ക് അറിയാമായിരുന്നിരിക്കും.
അപ്പോ നാലുകെട്ട് മഞ്ഞ് രണ്ടാം ഊഴം, നാലുകെട്ടിലെ കഥാപാത്രം അപ്പുണ്ണി, മഞ്ഞ് വിമല സർദാർജി ബുദ്ധു, രണ്ടാം ഊഴത്തിലെ ഭീമൻ എന്ന കഥാപാത്രമാണ്. അത് മറന്നു പോകരുത്. രണ്ടാം ഊഴം ഭീമൻ. രണ്ടാം ഊഴം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രം ഭീമനാണ്. നെക്സ്റ്റ് ഉറൂബ്. ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവല് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഉമ്മാച്ചു എന്ന നോവൽ ആരുടേതാണ്? ഉറൂബിന്റേതാണ് അല്ലെ. ഊ എന്ന അക്ഷരം വെച്ച് ഓർത്തു വെക്കുക. ഉറൂബ്, ഉമ്മാച്ചു. ഉമ്മാച്ചു എന്ന നോവല് ഉറൂബിന്റേതാണ്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ബീരാൻ, മായൻ എന്നിവർ. അപ്പൊ ബീരാൻ, മായൻ എന്നിവർ ഉറൂബിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ ഏത് നോവലാണ്? ഉമ്മാച്ചു ആണ്. അല്ലെങ്കിൽ ഉമ്മാച്ചു എന്ന ഉറൂബിന്റെ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ താഴെ നൽകിയതിൽ ഏതാണ് എന്ന് ചോദിക്കും. ചിലപ്പോ ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് തരും, അല്ലെങ്കിൽ ഒരൊറ്റ കഥാപാത്രം തരും. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കുക, ബീരാൻ, മായൻ എന്നിവർ ഉമ്മാച്ചു എന്ന ഉറൂബിന്റെ നോവലിലെ കഥാപാത്രങ്ങളാണ്. നെക്സ്റ്റ് തകഴി ശിവശങ്കര പിള്ള. തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടയുടെ മകൻ, രണ്ടിടങ്ങഴി, കയർ. ഇത് മൂന്നും ആരുടേതാണ്? തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. ഒരു കാർഷിക സംസ്കാരം അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഓർത്തു വെക്കുക. രണ്ടിടങ്ങഴി, കയർ, തൊഴിലാളികൾ അല്ലെ. കയർ തൊഴിലാളികളെയൊക്കെ പ്രമേയമാക്കിക്കൊണ്ടാണ് കയർ, രണ്ടിടങ്ങഴി, അതുപോലെ തോട്ടിയുടെ മകൻ. ഇതൊക്കെ ആരുടേതാണ്? തകഴി ശിവശങ്കര പിള്ളയുടെ നോവലുകളാണ്. തോട്ടിയുടെ മകൻ ഇപ്പൊ തന്നെ നിങ്ങൾ നോവൽ പഠിച്ചു വെക്കുക ഓരോരുത്തരുടെ. തകഴി ശിവശങ്കര പിള്ളയുടെ നോവലുകൾ കയർ എന്ന് തന്നാൽ അത് തകഴിയുടേതാണ്. അതേപോലെ തന്നെ തോട്ടിയുടെ മകൻ അത് തകഴിയുടേതാണ്. രണ്ടിടങ്ങഴി തകഴിയുടെ ഒരു നോവലാണ്. അതിൽ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു. ചുടലമുത്തു എന്ന കഥാപാത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ചുടലമുത്തു. അതുപോലെ രണ്ടിടങ്ങഴി അന്നത്തെ ആ ഒരു സാഹചര്യം അല്ലെ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളെ മാറ്റി നിർത്തുന്നു. അവർക്ക് വേണ്ട അവകാശങ്ങളെല്ലാം തന്നെ ജന്മിമാര് അല്ലെ, അല്ലെങ്കിൽ ജന്മികളുണ്ട്, അവരുടെ കീഴെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ അല്ലെ. എന്നിട്ട് അവരെ കൊണ്ട് മാക്സിമം എല്ലാ ജോലികളും ഇടിപ്പിക്കുന്നു. എന്നിട്ട് അവർ ചെയ്ത ജോലിയുടെ ലാഭം ആർക്ക് കിട്ടുന്നു? ജന്മിക്ക് കിട്ടുന്നു. അപ്പോ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലില് ആ ഒരു താഴ്ന്ന സമുദായം അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകള്, ദുരിതങ്ങള്, അവരുടെ ആ ഒരു ജീവിതമാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് ചിരുത, ചാത്തൻ, കോരൻ എന്നിവർ. ചിരുത, ചാത്തൻ, കോരൻ എന്നിവർ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. തകഴിയുടെ ഒരു നോവലാണ് രണ്ടിടങ്ങഴി. ആ ഒരു കൂട്ടം മനുഷ്യർ അനുഭവിച്ചിരുന്ന അല്ലെ, ആ താഴ്ന്ന സമുദായക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആ ഒരു കൂട്ടം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമങ്ങള്, അവരുടെ ദുഃഖങ്ങള്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ നടത്തിയിരുന്ന പ്രയത്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഒരു നോവലിൽ പറയുന്നുണ്ട്. അവരുടെ ആ ഒരു ജീവിതമാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പൊ രണ്ടിടങ്ങഴി എന്ന് പറയുന്നത് ചിരുത, ചാത്തൻ, കോരൻ എന്നീ കഥാപാത്രങ്ങളുടേതാണ്. നെക്സ്റ്റ് ആണ് കയർ. കയർ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് മീൻകാരനും പരമനും കർത്താവും. മീൻകാരൻ, പരമൻ, കർത്താവ് എന്നിവർ കയർ എന്ന് പറയുന്ന നോവലിലേതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? തകഴി ശിവശങ്കര പിള്ളയുടെ പരിചയപ്പെട്ട നോവലുകൾ ക്ലാസ് കണ്ടപ്പോ തകഴിയുടെ ഏതൊക്കെ നോവലാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഏതൊക്കെയാണ് ബൈഹാർട്ട് ചെയ്തത്, പഠിച്ചത് എന്നായി തന്നെ ഓർക്കുക. തകഴി ശിവശങ്കര പിള്ളയുടെയാണ് തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, കയർ. അതിനുശേഷം അതിലെ കഥാപാത്രങ്ങൾ നോക്കുക. തോട്ടിയുടെ മകനാണെങ്കിൽ ആരാണ്? തോട്ടിയുടെ മകനാണെങ്കിൽ ചുടലമുത്തുവാണ്. രണ്ടിടങ്ങഴി ആകുമ്പോ താഴ്ന്ന സമുദായക്കാർ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവർ, അവരനുഭവിച്ച ദുഃഖങ്ങൾ, അവരുടെ ജീവിതം, അതൊക്കെ ഓർത്തിട്ട് ചാത്തൻ, കോരൻ, ചിരുത എന്നീ പേരുകൾ ഓർത്തു വെക്കുക. കയർ എന്ന് പറയുന്ന നോവലിലേക്ക് വരുമ്പോ മീൻകാരൻ, പരമൻ, കർത്താവ് എന്നിവരാണ് എന്നീ പേരുകളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. അവരാണ് കഥാപാത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചെമ്മീൻ. നമ്മൾ ഈ കൂട്ടത്തിൽ ആ പേര് പറയാൻ വിട്ടുപോയി. ചെമ്മീൻ ആരുടേതാണ്? തകഴിയുടെ തന്നെയാണ് അല്ലെ. ചെമ്മീൻ എന്ന് പറയുന്നത് ഒരു സിനിമയുണ്ട് അല്ലെ, പണ്ടത്തെ ഒരു സിനിമയുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണോന്ന് അറിയില്ല. ഷീലയുടെ ഒക്കെ ഒരു സിനിമയുണ്ട്. ഷീലയും അതുപോലെ മധു ഒക്കെ അഭിനയിച്ച ചെമ്മീൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിനകത്ത് പരീക്കുട്ടി, കറുത്തമ്മ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ പോലും അതിലെ ഓരോ
ഡയലോഗ്സ് ഒക്കെ നമ്മൾ റീൽസിലാണെങ്കിലും യൂട്യൂബിൽ ഷോർട്സിലാണെങ്കിലും അതല്ലാതെ ഒക്കെ നമ്മൾ കുട്ടികൾ പോലും ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പരീക്കുട്ടി, കറുത്തമ്മ എന്നിവർ ഏത് നോവലിലേതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെമ്മീൻ. ചെമ്മീൻ എന്ന് പറയുന്നത് ഒരു സിനിമയുണ്ട് അല്ലെ. തകഴിയുടേതാണ് ചെമ്മീൻ. തകഴി ശിവശങ്കര പിള്ളയുടേതാണ് ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ. ഈ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ ഒരു സിനിമയുണ്ട്. അപ്പൊ സിനിമയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ഫേമസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ആരൊക്കെയാണ്? പരീക്കുട്ടി, കറുത്തമ്മ. അത് നിങ്ങൾ മറക്കരുത്. പരീക്കുട്ടി, കറുത്തമ്മ തുടങ്ങിയ കഥാപാത്രങ്ങള് ചെമ്മീൻ എന്ന തകഴി ശിവശങ്കര പിള്ളയുടെ നോവലിലേതാണ് എന്ന് മറന്നു പോകരുത്. നെക്സ്റ്റ് ആണ് ലളിതാംബിക അന്തർജനം. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ നോവലാണ് അഗ്നിസാക്ഷി അല്ലെ. അഗ്നിസാക്ഷി. അഗ്നിശലഭങ്ങൾ മാറിപ്പോരുത്. അഗ്നിശലഭങ്ങൾ ONV-യുടേതാണ്. അഗ്നിസാക്ഷി എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനത്തിന്റേതാണ്. അപ്പൊ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് തേതിക്കുട്ടി. മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. തേതിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ആരുടെ നോവലിലേതാണ്? അല്ലെങ്കിൽ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ താഴെ നൽകിയവരിൽ ഏതാണ്, ആരാണെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് തേതിക്കുട്ടി അഗ്നിസാക്ഷി എന്ന ലളിതാംബിക അന്തർജനത്തിന്റെ നോവലിലെ കഥാപാത്രമാണെന്ന് മറന്നു പോകരുത്. അടുത്തതാണ് ബെന്യാമിൻ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആടുജീവിതം. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ഈ ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് ആ സിനിമ ഇറങ്ങിയത് അല്ലെ. ഈ ഒരു നോവലാണ് സിനിമയായിട്ട് നമ്മൾ കണ്ടത്. ഈ നോവലിലെ കഥ ശരിക്കും നടന്നൊരു സംഭവമാണല്ലേ. നജീബ് എന്ന് പറയുന്നതാണ് പ്രധാന കഥാപാത്രം. ആ നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ബെന്യാമിന്റെ ആടുജീവിതം. ഒരു സിനിമയുണ്ട്. ഈ ഒരു സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് മറക്കാൻ സാധ്യതയില്ല. ബെന്യാമിന്റെ ആടുജീവിതം, പ്രധാന കഥാപാത്രം നജീബ്. ഇത് ചോദിച്ചാൽ എല്ലാവരും എന്തായാലും ആൻസർ എഴുതും. ഇപ്പൊ ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ പ്രധാനപ്പെട്ട കഥാപാത്രം, നജീബ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കഥാപാത്രം ഏത് നോവലിലേതാണ്? ആടുജീവിതത്തിലേതാണ്. നെക്സ്റ്റ് ആണ് ആനന്ദ്. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന നോവൽ. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റേതാണ്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുന്ദൻ എന്ന് പറയുന്നത്. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടേതാണ്? ആനന്ദ്. അതിലെ പ്രധാന കഥാപാത്രം കുന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ് OV വിജയൻ. OV വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവല്, നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. OV വിജയന്റേതാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം OV വിജയന്റേതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് നോവലാണ് അദ്ദേഹത്തിന്റെ ഗുരുസാഗരം. അപ്പോ ആദ്യത്തെ ഇത് നിങ്ങൾ മറന്നു പോകാതെ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഖസാക്കിന്റെ ഇതിഹാസം കുറച്ച് കോമൺ ആയിട്ടുള്ള നമ്മൾ കേൾക്കുന്ന ഒരു നോവലാണ്, ഒരു പേരാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് എപ്പോഴൊക്കെയോ കേൾക്കുന്നുണ്ട്. അത് ആരുടെ നോവലാണെന്ന് അറിയാൻ പാടില്ല. ആരുടേതാണ്? OV വിജയന്റെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. അതുപോലെ ഗുരുസാഗരം. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രവി, മൈമുന, അപ്പുക്കിളി. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലുമായി ബന്ധപ്പെട്ടതാണ്? ആരുടെ നോവലിലെ കഥാപാത്രമാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ആരുടേതാണ്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന OV വിജയന്റെ നോവലിലെ കഥാപാത്രമാണ്. അതേപോലെ ഗുരുസാഗരം. ഗുരുസാഗരത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ശിവാനി, കുഞ്ഞുണ്ണി, കല്യാണി എന്നിവരാണ്. അപ്പൊ ഗുരുസാഗരം ആരുടേതാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഗുരുസാഗരം ആരുടേതാണ്? OV വിജയന്റേതാണ്. അതേപോലെ തന്നെ ഖസാക്കിന്റെ ഇതിഹാസം OV വിജയന്റേതാണ്. ഗുരുസാഗരത്തിലെ ശിവാനി, കുഞ്ഞുണ്ണി, കല്യാണി എന്ന കഥാപാത്രങ്ങൾ വരുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ അപ്പുക്കിളി വരുന്നുണ്ട്, മൈമുന വരുന്നുണ്ട്, രവി വരുന്നുണ്ട്. ഇപ്പൊ കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ തന്നെ മനസ്സിലാക്കി പോവുക. നെക്സ്റ്റ് സേതു. സേതുവിന്റെ നോവലാണ് പാണ്ഡവപുരം. അതിലെ പ്രധാന കഥാപാത്രം ദേവിയാണ്. സേതുവിന്റെ നോവലാണ് പാണ്ഡവപുരം. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ദേവി എന്ന് പറയുന്നത്. ദേവി. പാണ്ഡവപുരം എന്ന് പറയുന്ന നോവൽ, സേതുവിന്റെ പ്രധാന കഥാപാത്രം ദേവി. OV വിജയൻ ഓർക്കുമ്പോ ഖസാക്കിന്റെ ഇതിഹാസം ആദ്യം മനസ്സിലേക്ക് വരിക. അതിലെ അപ്പുക്കിളി എന്ന കഥാപാത്രം, രവി, മൈമുന ഇവരെയൊക്കെ ഓർത്തു വെക്കുക. ഗുരുസാഗരം ഓർക്കുമ്പോ അതേപോലെ തന്നെ ശിവാനി, കല്യാണി, കുഞ്ഞുണ്ണി എന്നീ പേരുകളെല്ലാം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഓർത്തു വെക്കുക. നെക്സ്റ്റ് കോവിലൻ. കോവിലന്റെ തട്ടകം. തട്ടകം എന്ന് പറയുന്ന നോവൽ കോവിലന്റേതാണെന്ന് നമുക്കറിയാം. തട്ടകം എന്ന് പറയുന്ന നോവൽ കോവിലന്റേതാണ്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഉണ്ണീരി മുത്തപ്പൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം, ഉണ്ണീരി മുത്തപ്പൻ, നജീബ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഉണ്ണീരി മുത്തപ്പൻ എന്ന് പറയുന്നത് തട്ടകം എന്ന് പറയുന്ന നോവലിലെ കോവിലന്റെ
കോവിലന്റേതാണ് ആ നോവൽ. അപ്പൊ അത് ഓർത്തു വെക്കുക. കോവിലൻ, നോവല് തട്ടകം, പ്രധാന കഥാപാത്രം ഉണ്ണീരി മുത്തപ്പൻ. ഉണ്ണീരി മുത്തപ്പനാണ് പ്രധാന കഥാപാത്രം. നെക്സ്റ്റ് SK പൊറ്റക്കാട്. ഒരു ദേശത്തിന്റെ കഥ നമുക്കറിയാം. ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാട്. MT വാസുദേവൻ നായർ എന്ന് എഴുതി വെക്കരുത്. SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ. ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ശ്രീധരനാണ്. ശ്രീധരൻ. അപ്പോ SK പൊറ്റക്കാട് എന്ന് പറയുന്ന നോവലിസ്റ്റിന്റെ, എഴുത്തുകാരന്റെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശ്രീധരൻ എന്ന് പറയുന്നത്. പാറപ്പുറത്ത് അരനാഴിക നേരമാണ്. അപ്പൊ പാറപ്പുറത്ത് എന്ന് പറയുന്നത് നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ അരനാഴിക നേരം എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കുഞ്ഞനാച്ചനാണ്. കുഞ്ഞനാച്ചൻ. അരനാഴിക നേരം, പാറപ്പുറത്ത്, പ്രധാന കഥാപാത്രം കുഞ്ഞനാച്ചൻ. നെക്സ്റ്റ് CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ. CV രാമൻ പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അനന്ത പത്മനാഭൻ. CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അനന്ത പത്മനാഭൻ. നിങ്ങൾക്ക് അത്യാവശ്യം കേട്ട് പരിചയമുള്ള നെയിംസ്, കേട്ട് പരിചയമുള്ള നോവലുകൾ, ഇതൊക്കെ പെട്ടെന്ന് പഠിക്കുക. ഇപ്പോ ബെന്യാമിൻ, ആടുജീവിതം. തകഴി എന്ന് പറയുമ്പോൾ തകഴി നമുക്ക് അറിയാവുന്ന ഒരു എഴുത്തുകാരനാണ്. ഇപ്പൊ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ചിലപ്പോൾ പാറപ്പുറത്ത് CV രാമൻപിള്ള എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഓർമ്മയിൽ നിൽക്കുന്ന നെയിംസ് അല്ലായിരിക്കും. ഓർമ്മയിൽ നിൽക്കുന്നത് ആദ്യം തന്നെ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് KR മീര. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാച്ചാർ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് പാഠഭാഗത്ത് പഠിക്കാനുള്ളതാണ്. ആരാച്ചാർ. KR മീര ആരാച്ചാർ ആണ്. ആരാച്ചാർ എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചേതന. ചേതന എന്ന കഥാപാത്രം. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആരാച്ചാർ എന്ന് പറയുന്ന KR മീരയുടെ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്? ചേതനയാണ്. ചേതന. നെക്സ്റ്റ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രഘു ആണ് അതിലെ പ്രധാന കഥാപാത്രമായി വരുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രം രഘു ആണ്. നെക്സ്റ്റ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരക ശിലകൾ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് പൂക്കുഞ്ഞീബി. ഇതും ചോദിക്കാറുണ്ട്. പൂക്കുഞ്ഞീബി എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ആ നോവലിലെ എഴുത്തുകാരൻ ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പൂക്കുഞ്ഞീബി എന്ന് പറയുന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരക ശിലകൾ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ്. നെക്സ്റ്റ് ആണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ. എം മുകുന്ദന്റെ നോവലാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ ആരുടെ നോവലാണ്? എം മുകുന്ദന്റെ നോവലാണ്. എം മുകുന്ദന്റെ നോവലാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. ദാസൻ, കുറുമ്പിയമ്മ, ചന്ദ്രി. അപ്പോ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എം മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നെയിം കണ്ടാൽ ആ വ്യക്തി, ആ ഒരു എഴുത്തുകാരൻ എഴുതിയേക്കുന്ന നോവല് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവലാണ്. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. പിന്നെ ക്യാരക്ടേഴ്സിന് അതിനുശേഷം മാത്രമേ പഠിക്കാമുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ആ ഒരു നോവൽ, ആ നോവലിസ്റ്റിനെ പഠിച്ചു വെക്കണം. അതിനുശേഷം മാത്രമേ ക്യാരക്ടേഴ്സിലേക്ക് പോകാമുള്ളൂ. എം മുകുന്ദൻ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. ദാസൻ, കുറുമ്പിയമ്മ, ചന്ദ്രി. ദാസൻ, കുറുമ്പിയമ്മ, ചന്ദ്രി എന്നിവരാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോവലുകൾ, എഴുത്തുകാർ, കഥാപാത്രങ്ങൾ എന്ന് പറയുന്നതാണ് നോക്കിയത്. കുറച്ച് നോവലുകൾ നോക്കി, ആ നോവലുകൾ എഴുതിയ എഴുത്തുകാരെ നോക്കി, എഴുത്തുകാരുടെ ആ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പൊ O ചന്തുമേനോൻ, കേശവദേവിന്റെ ഓടയിൽ നിന്നൊക്കെ കേശവദേവിന്റെ ഒന്നും മറക്കരുത്. അതേപോലെ ബാല്യകാല സഖി ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണ്. നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണെന്ന്. പക്ഷെ അതിലെ കഥാപാത്രങ്ങളെ ഓർത്തു വെക്കണം. മജീദ്, സുഹറ തുടങ്ങിയവര്. ചന്തുമേനന്റെ വരുമ്പോ ഇന്ദുലേഖ വരുന്നുണ്ട്, വൈത്തിപ്പട്ടർ വരുന്നുണ്ട്. അതേപോലെ MT വാസുദേവൻ നായരുടെ മഞ്ഞ്, നാലുകെട്ട്, പിന്നെ അതുപോലെ തന്നെ രണ്ടാം ഊഴം, ഉമ്മാച്ചു എന്നത് ഉറൂബിന്റെയാണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ബീരാൻ, മായൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. തകഴിയെ ഓർക്കുമ്പോ തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, കയർ, ഇതൊക്കെ ഓർക്കണം. കഥാപാത്രങ്ങളെ പഠിക്കണം. അതുപോലെ ചെമ്മീൻ എന്ന് പറയുന്ന തകഴി ശിവശങ്കര പിള്ളയുടേതാണ്, മറക്കരുത്. അഗ്നി സാക്ഷി എന്ന് പറയുന്നത് ആരുടേതാണ്? ലളിതാംബിക അന്തർജനം, തേതിക്കുട്ടി. അപ്പോ എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും.
നോവലുകള്, കഥാപാത്രങ്ങൾ, എഴുത്തുകാർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സില് ഏതൊക്കെ എഴുത്തുകാരെ കുറിച്ചിട്ട് പറഞ്ഞു, ഏതൊക്കെ നോവലുകളെ കുറിച്ചിട്ട് പറഞ്ഞു, അതിലെ കഥാപാത്രങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.